ജപ്പാനിലെ ടോക്കിയോ നരിത വിമാനത്താവളത്തിൽ ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ കൊറിയൻ എയർ വിമാനം ശക്തമായ കാറ്റിൽപ്പെട്ടു. അപകട സാധ്യത മുന്നിൽ കണ്ട പൈലറ്റ് അവസാന നിമിഷം ലാൻഡിംഗ് ഉപേക്ഷിച്ചു. ദക്ഷിണ കൊറിയയിലെ സോളിൽ നിന്ന് ടോക്കിയോയിലേക്ക് വന്ന KE-703 വിമാനമാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. റൺവേയ്ക്ക് തൊട്ടടുത്തെത്തിയ വിമാനം കാറ്റിൽ വശങ്ങളിലേക്ക് ആടുകയായിരുന്നു. വിമാനത്തിന്റെ ചിറകുകൾ നിലത്ത് തട്ടുമെന്ന് തോന്നിച്ച നിമിഷം പൈലറ്റ് അസാമാന്യമായ സംയമനം പാലിച്ച് വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്തുകയായിരുന്നു. വിമാനം റൺവേയിൽ തൊടുന്നതിന് തൊട്ടുമുമ്പ് നിയന്ത്രണം നഷ്ടമാകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗോ എറൌണ്ട് എന്ന സുരക്ഷാ രീതിയാണ് പൈലറ്റ് ഇവിടെ സ്വീകരിച്ചത്. ലാൻഡിംഗ് സുരക്ഷിതമല്ലെന്ന് കണ്ടാൽ വിമാനം വീണ്ടും പറന്നുയരുകയും പിന്നീട് സാഹചര്യം അനുകൂലമാകുമ്പോൾ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണിത്. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്ന ശേഷം പിന്നീട് സുരക്ഷിതമായി നരിത വിമാനത്താവളത്തിൽ തന്നെ ഇറക്കി. വിമാനത്താവളത്തിലുണ്ടായിരുന്ന യാത്രക്കാരോ ജീവനക്കാരോ പരിക്കേൽക്കാതെ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. ജപ്പാനിൽ അനുഭവപ്പെട്ട ശക്തമായ കാറ്റാണ് വിമാനത്തിന്റെ നിയന്ത്രണം തെറ്റാൻ കാരണമായത്. പൈലറ്റിന്റെ കൃത്യസമയത്തെ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കിയെന്ന് വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇതിനോടകം ദശലക്ഷക്കണക്കിന് ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ കണ്ടത്.